ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ്. ഇന്ന് അമ്മൻ്റെ ബർത്ത്ഡേ ആണ്, 12/12/12. അതുകൊണ്ട് തന്നെ നമ്മൾ ബർത്ത്ഡേ കേക്ക് ഒന്ന് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് കേക്ക് ഉണ്ടാക്കുന്നതൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. എനിക്ക് ഫിനിഷിങ് കിട്ടില്ല കേക്കിൻ്റെ പുറത്ത് വിപ്പിംഗ് ക്രീം. അതുകൊണ്ട് തന്നെ എൻ്റെതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കൽ. സ്കൂളിലേക്ക് പോകുമ്പോൾ ക്രിസ്പലോൻ്റെ ചോക്ലേറ്റും ഡയറി മിൽക്ക് ഷോർട്സുമാണ് കുട്ടികൾക്ക് കൊടുക്കാൻ കൊണ്ടുപോയത്. പിന്നെ ലൈബ്രറിയിലേക്ക് 2 ചെറിയ സ്റ്റോറി ബുക്കും കൊണ്ടുപോയിന്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാനും എൻ്റെ സിസ്റ്ററും കൂടി ഉണ്ടാക്കിയ കേക്കാണ്. അതേപോലെ വേണമെന്നാണ് ഓൻ പറഞ്ഞത്, ബിസ്ക്കറ്റെല്ലാം വെച്ചിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഇന്നൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വെച്ചു. ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് 2 കപ്പാണ് എടുത്തത്. നല്ലോണം ബീറ്റ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് 2-3 തുള്ളി വനില എസൻസ് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെയും നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയാൽ തന്നെ തിരിയും, നല്ലോണം ഒന്ന് ടൈറ്റായിട്ടുണ്ടാവും. എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്, കഴിക്കാൻ ഇഷ്ടമാണ്. അതിൻ്റെ പ്രത്യേകിച്ചിട്ട് പുറത്ത് ഫിനിഷിങ് കിട്ടില്ല. പിന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഇൻട്രസ്റ്റ് വേണം അതിൻ്റോട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് നമ്മളിനി ഫ്രിഡ്ജിലേക്ക് വെക്കണം. എന്നിട്ട് നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് വെക്കുന്നത്. അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. എല്ലാം മൊത്തത്തിൽ അത് ഫുള്ളായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. അത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റി വെക്കണം. ഇനി അതിലേക്ക് നമ്മൾ ബട്ടർ ഉരുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. 30 ഗ്രാം ബട്ടർ നമ്മൾ എന്താക്കണം, ഉരുക്കിയെടുക്കണം. നമ്മൾ 100 ഗ്രാമിൻ്റെ ബട്ടർ കിട്ടും അമൂലിൻ്റെ. അത് ഒരു സ്ക്വയർ ആക്കിയിട്ട് ഡിവൈഡ് ആക്കിയാൽ മതി. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തത്. അത് റൗണ്ടാക്കി കിട്ടുക. അതിൽ ബട്ടർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബിസ്ക്കറ്റ് പൊടിച്ചത് അതിലിട്ട് കൊടുത്തു. ഇനി എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മൾ അമർത്തി കൊടുക്കണം. അത് നമ്മൾ പൊട്ടാറ്റോ സ്മാഷ് ചെയ്യാൻ എടുത്തിട്ടാണ് അമർത്തി കൊടുത്തത്. ശരിക്കും ഇത് നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാനിത് ഫസ്റ്റ് ലെയറായിട്ടാണ് വെച്ച് കൊടുത്തത്. ഇനി ബിസ്ക്കറ്റ് കുറച്ച് കൂടിയാലും നമുക്ക് പ്രശ്നമില്ല, കുറച്ച് കട്ടിയിൽ കിട്ടും. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ ഇട്ട് മൊത്തത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം എല്ലാവരുടെയും എത്തുന്ന തരത്തിൽ നല്ല പെർഫെക്റ്റായിട്ട് ഈ റൗണ്ടിൽ കിട്ടും. ഇനി ഇതും ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ആ സമയം കൊണ്ട് തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട് അതിലൊരു ചെറിയ കഷ്ണം ബട്ടർ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് സേമിയാണ്. നല്ലോണം നുറുക്കിയ സേമിയ നമുക്ക് ഇങ്ങനെ ഇതുപോലത്തെ കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവും. ഇതൊരു വറുത്ത സേമിയാണ്. അത് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ ഒരു 3 ടീസ്പൂണ് പഞ്ചസാര പൊടിച്ചത് മിക്സ് ചെയ്യണം. നമുക്ക് നോക്കിയാൽ തിരിയും, അധികം പഞ്ചസാര ഇടണ്ട. നമ്മൾ മിൽക്ക് മെയ്ഡും മിക്സ് ചെയ്യുന്നുണ്ട്. മിൽക്ക് മെയ്ഡും ആവശ്യത്തിന് ചേർത്താൽ മതി, വല്ലാണ്ട് മധുരമാവണ്ട. കാരണം വിപ്പിംഗ് ക്രീമിലെല്ലാം ഓൾറെഡി മധുരമുണ്ട്. ഇനി വീണ്ടും ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ട്. ഇനി നമ്മൾ ഇതെടുത്തിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് സേമിയ മിക്സ് ഇട്ട് കൊടുക്കുക. എല്ലാവരുടെയും എത്തുന്ന നേരത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി അണ്ടിപ്പരിപ്പും ബദാമും കൂടിയിട്ട് ക്രഷ് ചെയ്തത് നമ്മളതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരുടെയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് കടിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. പിന്നെ ഇത് മൊത്തത്തിൽ നമ്മൾ മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് ആ ഫ്രൈ ചെയ്ത സമയത്ത് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഇനി നമ്മളതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്തിട്ട് നല്ലോണം റൗണ്ട് ആക്കിയിട്ട് പെർഫെക്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലും നമ്മൾ സേമിയ മിക്സ് ഇട്ട് കൊടുക്കണം. അതിങ്ങനെ ചുറ്റും അധികം ഇടണ്ട. എന്നിട്ട് പിന്നെ നട്ട്സും നമ്മൾ മേലെ ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ മുന്നത്തെല്ലാം ഞാൻ വനില കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. ഇനി നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് അതിൻ്റെ ചുറ്റും ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലോപ്പ് ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഫ്ലോപ്പ് ആയിക്കില്ല, ഓക്കെ ആയിക്ക്. കാരണം മൊത്തത്തിൽ കൊളാവും പിന്നെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ. പിന്നെ അത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ തന്നെ വെച്ച് ഒരു അരമണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പുറമേ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓറിയോ ബിസ്ക്കറ്റ് ഇത് മൊത്തം എടുക്കുന്നില്ല, ഇതിലാകെ 3 പാക്കറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് എടുത്ത് മാറ്റി വെക്കണം. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലെ ആ മൂടി എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കണം.
എനിക്ക് വെക്കുമ്പം ഒരു പേടിയുണ്ട്, ഇത് അതിൻ്റെ മുകളിൽ പിടിക്കൂലോളി എന്നുള്ളൊരു പേടിയുണ്ടേനും. പക്ഷെങ്കിൽ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഫൈനൽ റിസൾട്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള ചോക്ലേറ്റും എല്ലാം കൂടിയിട്ട് മേലെ ഞാൻ ഡെക്കറേഷൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു നെയിം ബോർഡും ഞാൻ വാങ്ങിയിട്ടുണ്ടേനും. അതും കൂടി വെച്ച് നോക്കുമ്പോൾ സംഭവം കിടുവായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി തിന്നും കൂടി നോക്കണം അതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനും ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ കിട്ടുമെന്ന്. ഞാൻ അമ്മേൻ്റോട് പറഞ്ഞിരിക്കാനും എനിക്ക് കേക്ക് ഉണ്ടാക്കി തരും വാങ്ങുന്നില്ല എന്ന്. പക്ഷേങ്കിൽ എനിക്കൊരു പേടിയുണ്ടേനു കേക്ക് റെഡിയായി ഇങ്ങനെ ആവുമോ എന്നുള്ളത്. കാരണം സ്കൂളിൽ കൊണ്ടാക്കലും സ്കൂളിൽ കൂട്ടലും എല്ലാം ആയിട്ട് കുറച്ചൊന്ന് തിരക്കേനു. ഇന്ന് മീറ്റിങ്ങും ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്, കുട്ടികളെ പേരൻസ് മീറ്റിങ്. പിന്നെ നമ്മൾ രാത്രിയാണ് ഒരു 11 മണിയെല്ലായിക്ക് കേക്ക് കട്ട് ചെയ്യാൻ. കുട്ടികളെ വക 2 ഗിഫ്റ്റും ഉണ്ടായിരുന്നു. അത് ഞാൻ തന്നെ മേടിച്ചിട്ട് കുട്ടികളെ കയ്യിൽ കൊടുത്തതാണ്. കാരണം അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അവനും ഒരു സർപ്രൈസ് ഇഷ്ടമാണ്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മൻ്റെ കയ്യിലും അങ്ങനെ വാങ്ങിക്കൊടുക്കലുണ്ട്. ഓനാകുമ്പോൾ 2 ഒരു ഡേ ആണ് കഴിക്കൽ. അപ്പോൾ അവന് 2 വാങ്ങേണ്ടി വരും. ഒരാൾക്ക് ഞാൻ വാച്ചാണ് അവന് വേണ്ടിയിട്ട് റെഡിയാക്കിയത്. അത് അവനക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത്. ആൺകുട്ടിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, എന്തായിരിക്കും വാങ്ങുക. കാരണം അവർക്ക് ഷൂ, പിന്നെ വാച്ച്, പിന്നെ ടീഷർട്ട്, പാൻറ്റ് അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. പെൺകുട്ടിയാകുമ്പോൾ മാല, വള ഇങ്ങനത്തെ എല്ലാം അവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും. അടുത്തത് ഞാൻ കുറേ ആലോചിച്ചപ്പോൾ ഒരു ഗ്ലോബ് കിട്ടിയിട്ടുണ്ട്. ഇതാകുമ്പം പഠിക്കുകയും ചെയ്യാം. ചെറിയൊരു കോയിൻ ഇടുന്ന ഒരിതുമുണ്ട്. അത് അവനക്ക് ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. അതാകുമ്പം അവിടെ തന്നെ ഒന്ന് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. ഇനി ഞാൻ ഒരു ഐറ്റംസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂട്ടെല്ല ഫ്രഞ്ച് ടോസ്റ്റ് റോളാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ മൂടിച്ചെമ്പിൽ ബ്രെഡ് ഒരു 10 മിനിറ്റ് വേവിക്കുന്നുണ്ട്. കാരണം ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാനൊരു ഇംഗ്ലീഷ് ചാനൽ കണ്ടതാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. എന്നിട്ട് അതിൽ നമ്മൾ ന്യൂട്ടെല്ല എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അവർ 4 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യാണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്നതല്ലേ, പിന്നെ അത് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അത് നല്ലോണം നമ്മൾ റോൾ ചെയ്യണം. റോൾ ചെയ്തിട്ട് ഓരോന്നായിട്ട് റോൾ ചെയ്തിട്ട് വെക്കണം. ഇതുപോലെ നമ്മൾ റോൾ ചെയ്തിട്ട് മാറ്റി വെക്കണം. വേവിച്ചത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ അധികം വൈകാണ്ട് നമ്മൾ എന്താക്കണം, അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം. അതിൽ ഞാൻ 2 മുട്ടയാണ് എടുത്തത്. 2 മുട്ട പൊട്ടിച്ചിട്ട് അതിൽ നമ്മൾ പഞ്ചസാര ഇടുന്നില്ല. കുറച്ച് പാലും പിന്നെ വനില എസൻസും, ഒരു 2 തുള്ളി വനില എസൻസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കുക. അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കണം. ഇത് നമുക്ക് ബ്രെഡ് ഇതിൽ മുക്കാൻ വേണ്ടിയിട്ടാണ്, റോൾ ചെയ്ത ബ്രെഡ്. അങ്ങനെ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തം എല്ലാവരും ഒന്ന് ചുറ്റിക്കുക. എന്നിട്ട് നമ്മളെ ബ്രെഡ് ഈ മുട്ടയിൽ ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ആ പാനിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ബ്രെഡ് വാട്ടൂലേ അതുപോലെ ചെയ്തെടുക്കണം. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വാട്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള മുട്ടേൻ്റെ കൂട്ടും കൂടി ഞാൻ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഞാൻ സ്വതവേ ഇതിൻ്റെ എല്ലാം ഷോർട്സാണ് ചെയ്യൽ, കാരണം അതാകുമ്പം വേഗം ചെയ്യാമെന്ന് വെച്ചാൽ. പിന്നെ ഈ ഒരു വ്ളോഗായതുകൊണ്ട് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇത് ഒരു പാത്രത്തിൽ മാറ്റി വെക്കണം. നല്ലൊരു കാണാനും രസമുണ്ട്. ഇത് ചൂടാലിയാണ് കൂടുതൽ ടേസ്റ്റ്. തണിഞ്ഞാൽ നമുക്കത്ര ഇതുണ്ടാവില്ല. അത് ഓരോരുത്തരും ഇതുപോലെ ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ന്യൂട്ടെല്ല കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷുഗർ, പഞ്ചസാര പൊടിച്ചതും കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ മുട്ടക്കൂട്ടിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഇത് തിന്നാൻ നല്ല രസമുണ്ട്. ചൂടാല തിന്നാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ന്യൂട്ടെല്ല പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ക്രീമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഒരു കുറച്ചെങ്കിലും നമുക്ക് തിന്നാൻ നല്ല രസമുണ്ടാവും. ചായക്കെല്ലാം ഇത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. പിന്നെ ഒരു സ്പെഷ്യലായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ന്യൂട്ടെല്ല നമ്മളെ കയ്യിലുണ്ട്.
നമ്മളെ കയ്യിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കുട്ടികളെ നമുക്ക് ഹാപ്പി ആക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യാത്ത